ചെകുത്താൻ 16. ആഹാരം പതിയെ കഴിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. തന്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്ന ഓർമ്മകൾ അവളിലേക്ക് ഇരച്ചെത്തി. ഒരു പാത്രം നിറയെ ചോറിട്ട് അത് മുഴുവൻ തന്നെക്കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന അമ്മ, മടി കാണിക്കുകയാണെങ്കിൽ ഉരുളകളാക്കി വായിൽ വെച്ച് തരുന്ന അച്ഛൻ. ആ ഓർമ്മകളിൽ അവൾ നീറിപ്പുകഞ്ഞു. നല്ല വിശപ്പുണ്ടായിരുന്നു പെണ്ണിന്. ഉച്ചയ്ക്ക് കുറച്ച് കഞ്ഞി മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം നല്ലതുപോലെ പണിയെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പാത്രത്തിൽ വിളമ്പിയ ചോറ് ഒരു വറ്റുപോലും ബാക്കി വെക്കാതെ അവൾ കഴിച്ചു. ആ പെണ്ണ് ഉച്ചയ്ക്ക് കുറച്ച് കഞ്ഞിയേ കുടിച്ചിട്ടുള്ളൂ. വൈകുന്നേരം നല്ലതുപോലെ വിയർത്ത് പണിയെടുത്തിട്ടുമുണ്ട്. വിശക്കുന്നുണ്ടായിരിക്കും. കുറച്ച് ചോറേ കൊടുത്തുള്ളൂ. വയറു നിറയാൻ മാത്രം ഇല്ല. അവന്റെ മനസ്സ് അവനെ കുറ്റപ്പെടുത്തി. എന്നാൽ അവന്റെ ബുദ്ധി അവളോട് ചെയ്തതെല്ലാം ശരിയാണെന്ന് തന്നെ വാദിച്ചു. തന്റെ അനിയനെ വേദനിപ്പിച്ചപ്പോൾ നോക്കി നിന്നവൾ, തടയാമായിരുന്നിട്ട് കൂടി അത് ചെയ്യാത്തവൾ, അവൾ ശിക്ഷ അർഹിക്കുന്നു, അവന്റെ ബുദ്ധി അവനോട് പറഞ്ഞു. എങ്കിലും മനസ്സാകെ അസ്വസ്ഥമായി. അവൻ പോലും അറിയാതെ പാദങ്ങൾ അടുക്കളയിലേക്ക് ചലിച്ചു. അടുക്കളയിലെ സ്റ്റോർ റൂമിന്റെ വാതിലിനടുത്ത് നിലത്തിരുന്ന് വിളമ്പിയ ചോറ് മുഴുവൻ ബാക്കി വെക്കാതെ കഴിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി. നിനക്ക് കുറച്ചുകൂടി ചോറ് വേണോ? അവന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം. പെട്ടെന്ന് തന്നെ പേടിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. പതിയെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വേണ്ട എന്ന രീതിയിൽ തലയനക്കി. പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൻ തന്റെ മുറിയിലേക്ക് പോയി. സ്റ്റോർ റൂമിലെ സാധനങ്ങളെല്ലാം അവൾ പതിയെ ഒന്ന് ഒതുക്കി വെച്ചു. വിമല ചേച്ചി ഒരു പായും തലേണയും പുതപ്പും അവൾക്ക് കൊണ്ടുകൊടുത്തു. സ്റ്റോർ റൂമിന്റെ ഒരു ഭാഗത്ത് അവൾ കിടന്നു. അച്ഛനെയും അമ്മയെയും ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. എങ്കിൽ കൂടി ഉള്ളിന്റെ ഉള്ളിൽ ഒരാശ്വാസം. ആ ചെകുത്താനിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. പിറ്റേ ദിവസം തന്നെ ദേവൻ തിരികെ ആശുപത്രിയിലേക്ക് മടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. ലച്ചു ആ വലിയ തറവാട്ടിലെ അവളുടെ ജീവിതവുമായി ഇണങ്ങി. രാവിലെ 5:30 എഴുന്നേറ്റ് മുറ്റമടിക്കും. ഏതാണ്ട് 7 മണിയോടെ ആ ജോലി തീരും. പിന്നെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കുളിച്ച് മുഷിഞ്ഞ തുണിയെല്ലാം അലക്കിയതിനു ശേഷം അടുക്കളയിലേക്ക് ചെല്ലും. അപ്പോഴേക്കും വിമല ചേച്ചി എത്തും. അടുക്കളയിൽ ചേച്ചി പറയുന്നതെല്ലാം അവൾ ചെയ്തു കൊടുക്കും. വളരെ വൃത്തിയായി ചിട്ടയായി ജോലികൾ ചെയ്യുന്ന ആ പാവം പെൺകുട്ടിയോട് വിമലയ്ക്കിപ്പോൾ വളരെയധികം ഇഷ്ടമാണ്. അവർക്കിടയിൽ ഒരുപാട് സംസാരങ്ങളൊന്നുമില്ലെങ്കിലും വിമലയ്ക്ക് ലച്ചു ഇപ്പോൾ മകളെപ്പോലെയാണ്. ലച്ചുവിന് വിമല തന്റെ അമ്മയും. ലച്ചുവിനിപ്പോൾ എല്ലാ കറികളും കൂട്ടിത്തന്നെ വിമല ചോറ് വിളമ്പും. അവളെ നിർബന്ധിച്ച് കഴിപ്പിക്കും. പക്ഷെ ഇപ്പോഴും അടുക്കളയിൽ ഇരുന്ന് മാത്രമേ അവൾ കഴിക്കൂ. ദേവൻ പോയിട്ട് 1 മാസമാകുന്നു. ആ വലിയ വീട്ടിൽ വിമലയും ലച്ചുവും പിന്നെ സെക്യൂരിറ്റി ഗാർഡ്സും കുറച്ച് പുറംപണിക്കാരും മാത്രമേയുള്ളൂ. ഇതിനിടയിൽ +2 റിസൾട്ട് വന്നു. താൻ ജയിക്കുമെന്ന കാര്യത്തിൽ അവൾക്ക് യാതൊരു സംശയവുമില്ല. നല്ല മാർക്കും ഉണ്ടാകും. പക്ഷേ അത് എത്രയെന്ന് അറിയാനായി ഒരു മാർഗവും ആ പെൺകുട്ടിയുടെ പക്കലില്ല. നന്ദയെ വിളിച്ചാൽ ഉറപ്പായും അറിയാൻ പറ്റും. പക്ഷേ വേണ്ട. ഞാൻ കാരണം ഇനി അവൾക്ക് കൂടി ഒരു ആപത്ത് വന്നാൽ അത് സഹിക്കാൻ കഴിയില്ല. ഈ തറവാട്ടിൽ സുരക്ഷിതയാണ്. ജഗൻ എന്ന ചെകുത്താന് പെട്ടെന്നൊന്നും ഇങ്ങോട്ട് കയറി വരാൻ കഴിയില്ല. അച്ഛനും അമ്മയും എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നതുവരെ ഇവിടെ കഴിയണം. അതാണ് അവളുടെ ചിന്ത. എല്ലാ ദിവസവും ദേവനും വേണുവും വിമലയെ വിളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ശംഖുവിന്റെ വിശേഷങ്ങൾ ലച്ചുവിന് അറിയാൻ പറ്റി. കുഞ്ഞേ, ചിലപ്പോൾ ഇന്ന് രാത്രി ദേവൻ സാറും വേണുസാറും വരും. വൈകുന്നേരം മുറ്റമെല്ലാം അടിച്ചു കുളിച്ച് വിളക്ക് കൊളുത്താനായി തയ്യാറെടുക്കുമ്പോഴാണ് വിമല ലച്ചുവിനോട് അക്കാര്യം പറഞ്ഞത്. കേട്ടപ്പോൾ ഒരു വെപ്രാളം തോന്നി. ആകെ ഒരു വട്ടമേ അവൾ അവനെ കണ്ടിട്ടുള്ളൂ. അവളെ ആ തറവാട്ടിൽ കൊണ്ടുവന്ന ദിവസം. എങ്കിലും പതിവുകൾ തെറ്റിക്കാതെ അവൾ പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ലച്ചുവാണ് വിളക്ക് വയ്ക്കാറ്. തുളസിത്തറയിൽ വിളക്ക് വയ്ക്കാനായി ദീപവും കയ്യിലേന്തി അവൾ പതിയെ വരാന്തയിൽ നിന്ന് പടികളിറങ്ങി തുളസിത്തറയുടെ അടുത്തേക്ക് നടന്നു. അതേസമയമാണ് ദേവന്റെ കറുത്ത ബെൻസ് കാർ തറവാട് മുറ്റത്തേക്ക് ഒഴുകിയെത്തിയത്. ദേവനും വേണുവും ലച്ചുവിനെ കണ്ടിരുന്നു. മോനെ, ആരാടായി പെൺകുട്ടി? ശരിക്കും ഒരു ദേവിയെ പോലെ. ലച്ചുവിനെ കണ്ടതും വേണു ദേവനോടായി ചോദിച്ചു. വേണുവിനോട് പറയാനായി മനസ്സിൽ കരുതിവെച്ച നുണ ദേവൻ പറഞ്ഞു. നമ്മുടെ വിമല ചേച്ചിയുടെ ഒരു അകന്ന ബന്ധുവാണ്. ദേവനെ കണ്ടതും ഒരു വെപ്രാളം അവളെ പൊതിഞ്ഞു. അവരെ നോക്കാതെ പെട്ടെന്ന് തന്നെ തുളസിത്തറയിൽ വിളക്ക് വെച്ച് കണ്ണടച്ച് 1 നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ അടുക്കള ഭാഗത്തേക്ക് പോയി. ദേവൻ ആരെയും നോക്കാതെ നേരെ അവന്റെ റൂമിലേക്കും. വേണു പക്ഷേ ഹാളിൽ ചെന്നിരുന്നു. മോളെ, വേണുസാറിന് യാത്ര കഴിഞ്ഞു വന്നാൽ ഒരു ചായ വേണം. ലച്ചുവിനോട് വിമല പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ ചായ ഇട്ടു. വിമല ആ ചായ വേണുവിന് കൊണ്ടു കൊടുത്തു. വിമലേ, നിന്റെ ആരാണ് ആ പെൺകുട്ടി? നല്ല ഐശ്വര്യമുള്ളൊരു കുട്ടി. വേണു വിമലയോട് ചോദിക്കുന്നത് കേട്ടുകൊണ്ടാണ് ദേവൻ അങ്ങോട്ടേക്ക് വന്നത്. വിമല ചേച്ചിയുടെ അകന്ന ബന്ധത്തിലെ ഒരു കുട്ടിയാണ്. ചേച്ചിക്ക് സഹായത്തിനായി നിർത്തിയതാണ്.
പിന്നീടെന്തോ ലച്ചുവിനെപ്പറ്റി അവരാരും സംസാരിച്ചില്ല. ബിസിനസ് കാര്യങ്ങളും ശംഖുവിൻ്റെ ട്രീറ്റ്മെൻറ്റും മാത്രമായി സംസാരം. 8:30 ഭക്ഷണം കഴിക്കാനിരുന്നു. വിമലയാണ് എല്ലാവർക്കും വിളമ്പി നൽകിയത്. അവർ കഴിച്ച ഉടനെ തന്നെ പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയ വിമലയെ നോക്കിക്കൊണ്ട് ദേവൻ ചോദിച്ചു, ചേച്ചി എന്താ കഴിക്കുന്നില്ലേ? അത് മോനെ, ഞാനും ലച്ചുവും അടുക്കളയിലിരുന്ന് കഴിച്ചോളാം. അവർ പറഞ്ഞത് വേണു കേട്ടു. അതെന്താ വിമലെ അങ്ങനെയൊരു പതിവ്? ആ ഒരു പതിവ് ഈ വീട്ടിലില്ലല്ലോ. എല്ലാവരും ഈ മേശയുടെ അരികിലിരുന്നല്ലേ കഴിക്കുന്നത്. അങ്ങനെ കഴിച്ചാൽ മതി. അതേ, ഞാൻ സമ്മതിക്കൂ. വിമല കേട്ടതും എന്തു മറുപടി പറയണം എന്നറിയാതെ ദേവനെ ഒന്ന് നോക്കി. ചേച്ചി, ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിരുന്ന് കഴിക്ക്, അവൻ ഒരല്പം ദേഷ്യത്തിൽ പറഞ്ഞു. വിമല അടുക്കളയിലേക്ക് ചെന്നു. ലച്ചുവിനോട് കാര്യങ്ങൾ പറഞ്ഞു. പെണ്ണിനാകെ വെപ്രാളമായി. ദേവന്റെ മുന്നിൽ പോകുന്നത് പോലും അവൾക്ക് പേടിയാണ്. അവൾ ഹാളിലേക്ക് പോകാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ നിന്നു. പക്ഷെ അപ്പോഴേക്കും ഹാളിൽ നിന്ന് വേണുവിൻ്റെ വിളി എത്തിയിരുന്നു. മോളെ, നീ വാ. ഇനിയും അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ സാർ ഇങ്ങോട്ട് വരും. പിന്നെ അത് പ്രശ്നമാകും. പറഞ്ഞുകൊണ്ട് ലച്ചുവിൻ്റെ കൈയും പിടിച്ച് വിമല ഹാളിലേക്ക് നടന്നു. പേടിയോടെയാണെങ്കിലും ലച്ചുവും അവർക്കൊപ്പം ചെന്നു. ആരെയും നോക്കാതെ അവൾ വിമലയുടെ ഒപ്പം തന്നെ ടേബിളിന്റെ അരിയിലുള്ള കസേരയിലിരുന്നു. വിമല തന്നെ അവൾക്ക് ചോറ് കൊടുത്തു. ദേവൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ചോറേ വിളമ്പിയുള്ളൂ. കറികളും അതുപോലെ. അവൾ വേഗം വേഗം ചോറ് വാരിക്കഴിക്കുന്നതിനിടയിലാണ് വേണുവിൻ്റെ ചോദ്യം. എന്താ മോളുടെ പേര്? പെട്ടെന്ന് കേട്ടപ്പോൾ അവളൊന്ന് ഞെട്ടിയെങ്കിലും പതിഞ്ഞ സ്വരത്തിൽ അവൾ മറുപടി നൽകി, ലക്ഷ്മി. അവളുടെ ശബ്ദം കേട്ടതും ദേവൻ അവളെ ഒന്ന് നോക്കി. ആദ്യമായാണ് ആ ശബ്ദം അവൻ കേൾക്കുന്നത്. ശരിക്കും ഒരു കിളിക്കൊഞ്ചൽ പോലെ. വേഗം തന്നെ ആഹാരം കഴിച്ചെഴുന്നേറ്റ് വിമലയും അവൾക്കൊപ്പം എഴുന്നേറ്റു. രണ്ടുപേരും ചേർന്ന് അടുക്കള ഒതുക്കി. അച്ഛൻ 10 മണി വാർത്തയും കണ്ടിട്ടേ ഉറങ്ങൂ. പക്ഷേ വിമല ചേച്ചി അതിനു മുൻപേ കിടക്കും. ചേച്ചി ഒറ്റയ്ക്ക് അടുക്കളയിൽ നിന്ന് മുറിയിലേക്ക് പോകുന്നത് കണ്ടാൽ അച്ഛൻ ഉറപ്പായും ലച്ചുവിനെ അന്വേഷിക്കും. അവൾ അടുക്കളയിലുള്ള സ്റ്റോർ റൂമിലാണ് കിടക്കുന്നത് എന്നറിഞ്ഞാൽ അച്ഛൻ പ്രശ്നമുണ്ടാക്കും. ഓർത്തുകൊണ്ട് ദേവൻ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ അവൻ കണ്ടു സ്റ്റോർ റൂമിൽ പാവിരിക്കുന്ന ലച്ചുവിനെ. അത് സങ്കടത്തോടെ നോക്കി നിൽക്കുന്ന വിമലയെയും. ചേച്ചി, ഇവളിവിടെ കിടത്തണ്ട, ചേച്ചിയുടെ ഒപ്പം കിടത്തിയാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ അടുക്കളയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ലച്ചുവിന് ഒരുപാട് സന്തോഷം തോന്നി. രാത്രി ഒറ്റയ്ക്കുറങ്ങുമ്പോൾ പലപ്പോഴും വല്ലാത്ത ഭയം അവളെ പൊതിയാറുണ്ടായിരുന്നു. വിമലയ്ക്കും സന്തോഷമായി. ഒരു കുഞ്ഞു പെണ്ണ് തനിയെ സ്റ്റോർ റൂമിൽ പാവിരിച്ച് കിടക്കുന്നതോർത്ത് അവർക്കും വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. ദേവൻ പറഞ്ഞത് കേട്ട് സന്തോഷത്തോടെ പായും എടുത്തുകൊണ്ട് വിമലയ്ക്ക് പുറകെ നടക്കാൻ ഒരുങ്ങിയ അവളെ വിമല തടഞ്ഞു. ആ പായും തലേണയും എല്ലാം അവിടെ വെച്ചേക്ക്. എന്റെ മുറിയിലെ കട്ടിലിൽ 2 പേർക്ക് സുഖമായി കിടക്കാനുള്ള സ്ഥലമുണ്ട്. ഇന്നു മുതൽ നീ എൻ്റെ ഒപ്പം കട്ടിലിൽ കിടന്നാൽ മതി. വിമലയുടെ വാക്കുകൾ കേട്ട് ലച്ചുവിന് ഒരുപാട് സന്തോഷം തോന്നി. കുറേ നാളുകൾക്ക് ശേഷം അവർക്കൊപ്പം കട്ടിലിൽ കിടക്കുമ്പോൾ അവൾക്ക് തൻ്റെ അമ്മയുടെ സാമീപ്യം അടുത്തുള്ളതുപോലെ തോന്നി. രാവിലെ പതിവ് പോലെ 5:30 തന്നെ ലച്ചു എഴുന്നേറ്റു. മുറ്റമടിച്ചു. രാവിലെ എഴുന്നേറ്റ് തൻ്റെ റൂമിനോട് ചേർന്ന് സെറ്റ് ചെയ്ത ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ ജനലിലൂടെ നോക്കിയപ്പോൾ വളരെ ചിട്ടയോടെ മുറ്റമടിച്ചു വരുന്ന ലച്ചുവിനെ അവൻ കണ്ടു. കുറച്ചുനേരം അവളെ തന്നെ നോക്കി നിന്നു. 7 മണിയോടെ ചായ കുടിക്കാനായി താഴേക്കിറങ്ങി വന്ന അവൻ കണ്ടത് കുളിച്ച് ശുദ്ധയായി പൂജാമുറിയിൽ വിളക്ക് വയ്ക്കുന്ന ലച്ചുവിനെയാണ്. വല്ലാത്തൊരു ഐശ്വര്യം തങ്ങളുടെ തറവാടിനെ പൊതിയുന്നത് പോലെ അവന് തോന്നി. വേണുവും ആ കാഴ്ച തന്നെ നോക്കി നിന്നു. പൂജാമുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ലച്ചു തന്നെ നോക്കി നിൽക്കുന്നവരെ കണ്ടൊന്ന് പരിഭ്രമിച്ചു. പെട്ടെന്ന് തന്നെ അവൾ അടുക്കളയിലേക്ക് ഓടിപ്പോയി. പിന്നെ അവൾ അടുക്കളയിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ, വിമല പറയുന്ന എല്ലാ ജോലികളും ചിട്ടയായി ചെയ്തുകൊണ്ട്. വിമലേ, ഇന്ന് സുജാതയും പിള്ളേരും ഉച്ചയ്ക്ക് കാണും. അവർക്കും കൂടി കഴിക്കാനുള്ളത് കരുതിയേക്കണം. രാവിലെ പ്രാതൽ കഴിക്കുന്നതിനിടയിൽ വേണു വിമലയോട് പറഞ്ഞു. വിമല അടുക്കളയിലേക്ക് ചെന്നതും ലച്ചു അവരെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവർ പറഞ്ഞു, വേണു സാറിന്റെ പെങ്ങളാണ്. സാറൊരു പാവമാണ്. സാറിന്റെ ഭാര്യ ദേവിക്കൊച്ച് അതിനേക്കാൾ പാവം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സുജാതയും പിന്നെ വേണുസാറിന്റെ ചേട്ടൻ മാധവനുമൊക്കെ ചേർന്ന് കുടുംബസ്വത്ത് മുഴുവൻ കൈക്കലാക്കി. തറവാട്ടിലിട്ട് ആ ദേവിക്കൊച്ചിനെ എല്ലാവരും ചേർന്ന് ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒടുവിൽ വേണുസാറ് ഇവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു. അന്ന് ദേവൻകുഞ്ഞിന് 10 വയസ്സും ശംഖുവിന് 5 വയസ്സുമാണ് പ്രായം. പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. ദേവിക്കുഞ്ഞിന് അസുഖം വന്ന് ചികിത്സിക്കാനായി പണം ചോദിച്ച് വേണുസാർ ഈ വീട്ടിൽ വന്നിരുന്നു. പക്ഷേ അന്ന് ഈ പറഞ്ഞ സുജാതയോ മാധവനോ അവരെ സഹായിച്ചില്ല. ആ ഒരു വാശിക്കാണ് ദേവൻകുഞ്ഞ് പഠിച്ചു മുന്നേറിയത്. വേണുസാറിന്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചപ്പോഴേക്കും സുജാതയും മാധവനും ഈ തറവാടും സ്വത്തുമെല്ലാം വിറ്റ് ടൗണിലേക്ക് പോയി. പിന്നെ ദേവൻകുഞ്ഞിന്റെ കാലമായിരുന്നു. മിടുക്കനായി പഠിച്ചു മുന്നേറി. കുറച്ചുനാൾ ഗൾഫിൽ പോയി അവിടെ വലിയൊരു കമ്പനിയിൽ മാനേജരായി.
പിന്നെ കുഞ്ഞു തന്നെ സ്വന്തമായി ബിസിനസ് തുടങ്ങി. അങ്ങനെ തറവാട്ട് വക സ്വത്തുക്കളെല്ലാം തിരികെ മേടിച്ചു. ഒരുപാട് ബിസിനസ്സുണ്ട്. ടൗണിൽ തന്നെ വേറെ ഒരുപാട് ഫ്ലാറ്റുകളുമുണ്ട്. അവർക്കിപ്പോൾ പണമായപ്പോഴേക്കും ഒട്ടാനായി വന്നുകൊണ്ടിരിക്കുകയാണ് സുജാതയും മാധവനും. പക്ഷേ ദേവൻകുഞ്ഞിന്റെ അടുത്ത് ഒരു കളിയും നടക്കില്ല. സുജാതയ്ക്ക് 2 മക്കളാണ്, അനഘയും ആനന്ദും. അവർക്ക് ദേവനെ ഒരു നോട്ടമുണ്ട്. വിമല പറയുന്നതെല്ലാം ലച്ചു കേട്ടുകൊണ്ടിരുന്നു. അല്ലെങ്കിലും അവൾ അങ്ങനെയാണ്, നല്ലൊരു കേൾവിക്കാരി. ഉച്ചയോടെ തന്നെ സുജാതയും കുടുംബവും തറവാട്ടിലെത്തി. വേണുവിനെ കണ്ടതും സുജാത ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഞങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നു ഏട്ടാ. ശങ്കുവിന് എന്തു പറ്റി? ഏട്ടൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആശുപത്രിയിൽ വന്ന് നിൽക്കുമായിരുന്നല്ലോ. ഇതിപ്പോ ഏട്ടൻ ആകെ ക്ഷീണിച്ചു. അവർ നിറഞ്ഞ കണ്ണുകളോട് വേണുവിനെ നോക്കി പറഞ്ഞു. പക്ഷെ ആ കണ്ണുകൾക്ക് പുറകിലുള്ള കള്ളത്തരം അത് വേണുവിനറിയാം. അവന് വലിയ കുഴപ്പമൊന്നുമില്ലടി. പിന്നെ എനിക്കും അവിടെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ കൊച്ചിയിലെ ഫ്ലാറ്റിലല്ലേ. മിക്കവാറും നാളെ രാവിലെ തന്നെ തിരിച്ചു പോകും. ചേട്ടാ ദേവനില്ലേ? അവർ ചോദിച്ചു. ഉണ്ട്, അവൻ്റെ മുറിയിലാണ്. എന്തോ ബിസിനസ് മീറ്റിംഗിലാണ്. ദേവനുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ മകളെ കൂട്ടി വന്നത്. പക്ഷേ ദേവന്റെ മുറിയുടെ വാതിൽക്കിൽ ചെന്ന് മുട്ടാനുള്ള ധൈര്യം ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ അവൻ താഴേക്ക് വരുന്നതും കാത്ത് ക്ഷമയോടെ ഹാളിലിരുന്നു. ജഗൻ ആശുപത്രിയിൽ ആയിട്ട് ഏതാണ്ട് 1 മാസം പിന്നിട്ടിരിക്കുന്നു. 3ഓളം ഓപ്പറേഷനുകൾ കാലിന് നടത്തേണ്ടതായി വന്നു. ആദ്യത്തെ 2 ആഴ്ച ICUവിൽ തന്നെയായിരുന്നു. ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. അച്ഛാ, അമ്മ വരുമ്പോൾ അവളെ കൂടി കൊണ്ടുവരാൻ പറയണം. വിവാഹം കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ആശുപത്രിയിൽ എന്നോടൊപ്പം ഉണ്ടാകേണ്ടത് അവളാണ്. പക്ഷെ ഇന്ന് വരെ എന്നെ ഒന്ന് കാണാൻ പോലും അവൾ വന്നിട്ടില്ല. മുലകുടി മാറാത്ത കുട്ടിയൊന്നുമല്ലല്ലോ. 18 വയസ്സ് തികഞ്ഞിട്ടില്ലേ? ഇനി മുതൽ ആശുപത്രിയിലൊപ്പം അവൾ നിന്നാ മതി. ജഗന്റെ ശബ്ദത്തിന് വല്ലാത്ത കാഠിന്യം ഉണ്ടായിരുന്നു. തുടരും.